ഒരു മേൽശാന്തിയുടെ ഷെഡ്യൂൾ എങ്ങനെയാണ് രാവിലെ മുതൽ രാത്രി വരെ? അതായത് മേൽശാന്തി രാവിലെ ഒരു 2:15 ആകുമ്പോഴേക്കും എണീക്കും. 2:15 എണീക്കും. അതെ, ഓക്കെ. അതിന് 3 മണിക്ക് നട തുറക്കണം. അതിന് നമ്മൾ എപ്പോഴാ പ്ലാൻ ചെയ്ത് എണീക്കേണ്ട വെച്ചാൽ ആ സമയത്ത് നമ്മള് പോകുമ്പോ രാവിലെ നിർമ്മാല്യം കാണാൻ അവിടെ പോയി തൊഴാൻ നിൽക്കുമ്പോഴത്തേക്കും തിരക്കുണ്ടാവാൻ പാടില്ലാത്ത നമ്മൾ പ്രാർത്ഥിക്കുള്ളൂ അല്ലേ? അല്ലേ? പക്ഷെ അതിന്റെ പുറകിൽ ഒത്തിരി എഫേർട്ട് ഉണ്ടെന്നുള്ളത്. ഓക്കെ. അപ്പം അങ്ങനെ 3 മണിക്ക് തുറക്കാൻ രാവിലെ 2:15 എണീക്കും. 3 മണിക്ക് നട തുറക്കണം. ഭാഗത്ത് പോയി നട തുറക്കുന്നു. അപ്പോൾ മണിയടിക്കും കറക്റ്റ്. ആ സമയത്ത് 3 മണിക്ക് നട തുറക്കുക. എന്നിട്ട് പിന്നെ നിർമ്മാല്യ ദർശനം, പിന്നെ പതുക്കെ മാലകൾ കളഭം എല്ലാം മാറ്റുക, പിന്നെ എണ്ണ അഭിഷേകം, വാഗച്ചാർത്ത്, ഇതെല്ലാം മേശാന്തിയുടെ ഡ്യൂട്ടി തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ അപ്പോഴേക്കും വിശക്കും. അപ്പോൾ വേഗം നമ്മളൊരു നേദ്യം കൊടുക്കണം. അപ്പോൾ ആ നേദ്യം മലർ നേദ്യം കൊടുക്കണം. അപ്പോൾ ഈ നിവേദ്യം ഉണ്ടാക്കുന്നത് കീഴ്ശാന്തി വേറെ ഡ്യൂട്ടിയാണ്. അത് വേറെ തന്നെ ടീമാണ്. അത് ഇതേപോലെ കുറെ കുടുംബക്കാരും 13 ഇല്ലക്കാരുണ്ട്. അവരുടെ ഡ്യൂട്ടിയാണ് അത്. ഓക്കെ. അവര് നിവേദ്യം ഉണ്ടാക്കി കൊണ്ടുതരും. അത് നമ്മൾ ഭഗവാന് നേദിക്കും. അങ്ങനെ മുഖമൊക്കെ ഒന്ന് ചാർത്തും. അഭിഷേകം ഉണ്ട് അതിൻ്റെ ഇടയിൽ. ഞാൻ പറഞ്ഞല്ലോ, ഈ 4 കുടുംബങ്ങളിൽ ഒരാൾ വേണം. അഭിഷേകമൊക്കെ കഴിഞ്ഞിട്ട് നേദ്യമൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാന്റെ തിരുമുഖം ഒന്ന് ചന്ദനം കൊണ്ട് ചാർത്തും. എന്നിട്ടൊരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും നട തുറക്കും. മീൻസ് നട തുറന്ന് ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടൊന്ന് നട അടയ്ക്കും. നേദ്യം ആകുമ്പോൾ നട അടയ്ക്കുമല്ലോ. എന്നിട്ട് 4 മണിയാകുമ്പോൾ വീണ്ടും ഈ അലങ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നട തുറക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മേശാന്തിക്ക് കുറച്ച് നേരം പ്രസാദം കൊടുക്കണം പുറത്ത്. മീൻസ് ആനന്ദശയനത്തിൻ്റെ അവിടെ ഒരു 4:30 വരെ പ്രസാദം കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു നേദ്യമുണ്ട്. നെയ്പായസമൊക്കെ നേദിക്കുന്നത് ആ സമയത്താണ്, 4:45 ആ സമയത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ ഉഷപൂജ ഏകദേശം ഒരു 5:30-5:45 ആകുമ്പോൾ ഉഷപൂജ തുടങ്ങും. 6:15 ആകുമ്പോഴേക്കും പൂജ കഴിഞ്ഞ് നട തുറക്കും. അത് കഴിഞ്ഞാൽ ശിവേലി, രാവിലത്തെ ശിവേലി, അതൊക്കെ മേശാന്തിയുടെ ഡ്യൂട്ടിയാണ്. രാവിലെ മേശാന്തി കണ്ടിന്യൂസ് വർക്ക് തന്നെയാണ്. ഇടയ്ക്ക് പ്രസാദം കൊടുക്കുന്ന ഒരു ഗ്യാപ്പും, പിന്നെ ഒരു 15 മിനിറ്റൊക്കെ ചിലപ്പോൾ ഒന്ന് വേണമെങ്കിൽ ടോയ്ലറ്റ് പോയി വരാം. ചായ കുടിക്കാൻ സമയം കിട്ടുമോ? ചായ ഒന്നുമില്ല, ചായയും വെള്ളമൊന്നുമില്ല. വെള്ളം പോലും കുടിക്കാൻ പാടില്ല. ഇല്ല. അപ്പൊ ഈ ഹെൽത്ത് ഒക്കെ നോക്കണ്ടേ? അപ്പൊ ഭയങ്കര പ്രശ്നമല്ലേ? പ്രായമായിട്ടുള്ള ആൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഒരു ചായ പോലും കുടിക്കാൻ പറ്റില്ല. ഓക്കെ. വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. ശരി. ശിവേലി കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം അതേ പ്രസാദം കൊടുക്കാനിരിക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒഴിവുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പന്തീരടി പൂജ എന്നുള്ളത് ഓയിക്കന്മാരുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ആ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ആ ഓയിക്കനാണ് കുറച്ച് നേരം അവിടെ പ്രസാദം കൊടുക്കാതിരിക്കുക. അപ്പം മേശാന്തിക്ക് ആ സമയത്ത് ഗ്യാപ്പാണ്. മേശാന്തി റൂമിൽ പോവും, കുറച്ച് നേരം വിശ്രമിക്കും. അപ്പോഴും ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യം കുളിച്ച് വരണം. ഉച്ചപൂജ മേശാന്തിയുടെ ഡ്യൂട്ടിയാണ്. ഉച്ചപൂജ കഴിക്കാൻ വേണ്ടി അറിയാലോ, 11 മണി 10:45 ആ സമയമാകുമ്പോൾ വരും ഉച്ചപൂജ. നട തുറക്കും ഒരു 12:15, ചിലപ്പോൾ 12:30 ആവും. അത് ഉച്ചപൂജ നട തുറന്ന ശേഷമാണ് മേശാന്തി വെള്ളം കുടിക്കുക. എന്നിട്ട് റൂമിൽ പോവുക. അപ്പോൾ രാവിലെ 2:15 എണീറ്റ് നിങ്ങൾ ഉച്ചയ്ക്കാണോ ഭക്ഷണം കഴിക്കുന്നത്? ആണോ? ഓക്കെ. ഞങ്ങളുടെ സിസ്റ്റം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അതാണ് പറഞ്ഞത്. ഞങ്ങളുടെ സിസ്റ്റത്തിൽ രാവിലെ അമ്പലത്തിൽ കയറി പൂജ ഈ പറഞ്ഞ പോലെ നമ്മൾ ശുദ്ധിയോടെ ചെയ്യണമെന്നാണല്ലോ. അപ്പം ഈ പറഞ്ഞ പോലെ അതിനകത്ത് അരിയാഹാരം ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയും കുറേ ചിട്ടകളും പലതും ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നു ഒരു സെറ്റ് ഓഫ് പൂജ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ചായ കുടിച്ചിട്ട് വേണമെങ്കിൽ വീണ്ടും കുളിച്ചിട്ട് വരാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ എം നോട്ട് ഷുവർ. നമ്മുടെ കൂട്ടത്തിലും പൂജ ചെയ്യുന്ന വേറെ തന്നെ ആൾക്കാരാ. ഞങ്ങൾക്ക് പൂജ ചെയ്യണ്ടല്ലോ. ഞങ്ങൾ ബ്രാഹ്മിൻസ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ തന്നെ പൂജ ചെയ്യുന്ന വേറെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അവരാണ് പൂജ ചെയ്യുന്നത്, അവരുടെ ജോലി അതാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാരുണ്ട്. അപ്പോൾ അതാണ് മൊത്തത്തിൽ കൺഫ്യൂസിങ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉച്ചയാകുമ്പോഴത്തേക്കിനും ഭക്ഷണം കഴിക്കുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം എന്താണോ ഭക്ഷണം കഴിക്കുക? ഭഗവാന്റെ നേദ്യം. നമ്മളിപ്പോൾ നേദിച്ച് കൊണ്ടുവന്ന ആ നേദ്യം കുറച്ച് മേശാന്തി മുറിയിക്കും കൊണ്ടുവരും. ആ നേദ്യമാണ് നമ്മൾ കഴിക്കുക. നെയ്ച്ചോറ്, കാളൻ, വറുത്തപ്പേരി, അതൊക്കെ തന്നെ. മോരുണ്ടാവും, കാള ഉണ്ടാവും, കൂട്ടാനും അതൊക്കെ തന്നെ. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഉപ്പേരിയൊക്കെ മേശാന്തി മുറിയിൽ ഉണ്ടാക്കും. അവിടെ കിച്ചണും എല്ലാം ഉണ്ട്. അപ്പോൾ ശിഷ്യന്മാർ ഉണ്ടാവും, ഒരു 4 ശിഷ്യന്മാരുണ്ടാവും. അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ശിഷ്യന്മാരുണ്ടാവോ? അങ്ങനെയാണോ? നമുക്കത് സ്ഥിരമായിട്ടുള്ള ആൾക്കാരല്ല, അത് നമുക്ക് ചൂസ് ചെയ്യാം. നമ്മൾക്ക് മുമ്പേ തന്നെ ദേവസ്വനോട് പറയാം, ഇതാണ് എൻ്റെ ശിഷ്യന്മാർ എന്നുള്ള ഡീറ്റെയിൽസ്, അവരുടെ തിരിച്ചൽ കാർഡും എല്ലാം കൊടുക്കാം. കാരണം മേശാന്തി വരുമ്പോൾ അവരും ഇതേപോലെ അകമ്പടിയായിട്ട് വരണമല്ലോ, വഴി എന്ന് പറഞ്ഞിട്ട്. കാരണം അത്രയും ശുദ്ധമായിട്ട് വേണമല്ലോ അകത്തേക്ക് പോകാൻ. അപ്പോൾ അതിനൊക്കെ ശിഷ്യന്മാരുടെ ഡ്യൂട്ടിയാണത്. അപ്പോൾ ഒരു 4-5 ശിഷ്യന്മാർ കൂടെ ഉണ്ടാവും. അപ്പോൾ അവർ നമ്മുടെ ഈ ഭക്ഷണ കാര്യങ്ങൾ ചിലപ്പോൾ എണീക്കാനെങ്ങാനും
നമ്മൾ മടിയായാൽ അല്ലെങ്കിൽ ഉറങ്ങിപ്പോയാൽ വിളിച്ചെണീപ്പിക്കുക മുതലായ കാര്യങ്ങളൊക്കെ ഒരു ഡ്യൂട്ടി. ശരി. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ കുറച്ച് നേരം ആൾക്കാർ അപ്പോഴേക്കും നമ്മളെ കാണാൻ വേണ്ടി ഭക്തർ വന്നിട്ടുണ്ടാവും, അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് നേരം ഭക്തരെ കാണും. എന്നിട്ട് അതിന് ശേഷം കുറച്ച് നേരം കിടക്കും. ചിലപ്പോൾ 2:30 ഒക്കെ ആവും മുമ്പ് കിടക്കും. 3:30-4 മണിയാകുമ്പോഴേക്കും ആദ്യം എണീക്കാറായി. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നട തുറക്കാൻ പോകും. വൈകിട്ട് നട തുറക്കാൻ പോകും. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം പ്രസാദം നട തുറന്ന് മാലയൊക്കെ മാറ്റി, കാരണം അപ്പോഴേക്കും ചൂടുകൊണ്ട് മാലയൊക്കെ കുറച്ച് ഇതായിട്ടുണ്ടാവും. എല്ലാം മാലകളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വിളക്കൊക്കെ ഒന്ന് ശരിയാക്കി അനന്തശയനത്തിൻ്റെ അവിടെ പോയി പ്രസാദം കൊടുക്കുകയായിരിക്കും. പിന്നെ ദീപാരാധനയാകുമ്പോൾ ദീപാരാധനയ്ക്ക് അതും മേശാന്തി തന്നെയാണ് ചെയ്യേണ്ടത്. ദീപാരാധന ചെയ്യും. പിന്നെ അത്താഴപൂജ എല്ലാം മേശാന്തിയുടെ. രാത്രി ശീവേലിയുണ്ട്, വൈകിട്ട് ശീവേലിയുണ്ട്. നട തുറന്നു കഴിഞ്ഞാൽ ഒരു ശീവേലിയുണ്ട്, അത് ഒരു ശീവേലി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രസാദം കൊടുക്കുകയായിരിക്കും. ദീപാരാധന കഴിഞ്ഞാൽ അത്താഴപൂജ കഴിഞ്ഞാൽ രാത്രി ഒരു ശീവേലിയുണ്ട്. അത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോകും. ഒരു 10:30 ഒക്കെ ആവും എന്തായാലും കിടക്കാൻ. 10:30 ഒക്കെ ആവും. പിന്നെ അത് 2-3 മണിക്കൂർ. അപ്പൊ സത്യം പറഞ്ഞാൽ ഉറക്കമില്ല. ഇല്ല ശരിക്കും ഹെൽത്ത് അപ്പൊ ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അല്ലേ? അതെ. അതുകൊണ്ട് 6 മാസം എന്ന് പറയുന്നത് വലിയൊരു ടൈം പീരീഡ് തന്നെയാണ്. കാരണം ഇപ്പോൾ അത്ര സുഖമുള്ള പരിപാടി അല്ലല്ലോ. അല്ല. ഞാനും ആദ്യമൊക്കെ രാത്രി ലൈറ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കാം എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ച് ദോശയൊക്കെ കഴിച്ചിരുന്നു, ഇവരുണ്ടാക്കി തരും. പക്ഷെ അതൊന്നും നമുക്കൊന്നും ആവില്ല. ഞാൻ എന്നിട്ട് ഊണ് തന്നെയാണ് രാത്രി കഴിക്കുമല്ലോ, കാരണം നമ്മൾ അത്രയും വർക്ക് ചെയ്യും. അതെ. ഞാൻ ഊണ് തന്നെയാണ് കഴിച്ചിരുന്നത് രാത്രി. പിന്നെ അതൊരു 10 ദിവസം കഴിയുമ്പോഴേക്കും തന്നെ അത് ഓക്കെ ആയി ഹെൽത്ത്. പിന്നെ എനിക്കെന്താ വെച്ചാൽ നമ്മൾ ഈ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ ഓയിക്കൻ കുടുംബമായ കാരണം ഈ ഞാൻ പറഞ്ഞല്ലോ ഭജന ഉണ്ട് 10 ദിവസം മേശാന്തി ആവുന്നതിന് മുമ്പേ. അപ്പോൾ ആ പഴയ മേശാന്തിയുടെ കൂടെ ഞാനും അകത്തേക്ക് കയറി എന്തൊക്കെയാണ് മേശാന്തിയുടെ ഡ്യൂട്ടീസ് എന്ന് നമുക്ക് നേരിൽ കണ്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. മറ്റേതിപ്പോൾ പുറത്തുനിന്നുള്ളൊരു മേശാന്തി ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ 4 കുടുംബങ്ങളല്ല പുറത്തുനിന്നുള്ള ആളാച്ചാൽ അയാൾക്ക് അന്നത്തെ ദിവസം മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. ഓ അങ്ങനെയുണ്ട്. അപ്പോൾ ചോദിച്ച് മനസ്സിലാക്കാം, എന്നാലും നമുക്ക് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല എന്ന് പറയാം. പിന്നെ ഭജനകാലത്തും ഈ മേശാന്തി കഴിക്കുമ്പോൾ മേശാന്തിയുടെ അടുത്ത് തന്നെയാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുക. നിയുക്ത മേശാന്തി, ഇനി വരാൻ പോകുന്ന മേശാന്തിയും ഇപ്പോഴത്തെ മേശാന്തിയുടെ കൂടെ ഇരുന്നിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇറങ്ങുമ്പോഴും അതേപോലെ തന്നെ നെക്സ്റ്റ് വരാൻ പോകുന്ന ആള് ഇതേപോലെ ട്രെയിൻ അപ്രന്റീസ് അല്ലേ? ഓക്കെ.